KSEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക്. പൊതുകടം 5626 കോടി കവിഞ്ഞുവെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ച വരവ് ചെലവ് കണക്കിലാണ് തങ്ങൾ കടം കൊണ്ട് പൊറുതിമുട്ടുകയാണെന്ന് KSEB വെളിപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് 3 ദിവസം മുൻപാണ് പോപ്സ് ഗ്രൂപ്പിന്റെ കൈവശമുള്ള 833 ഏക്കർ ഭൂമിക്ക് കരമടയ്ക്കാൻ റവന്യൂ വകുപ്പ് അനുമതി നൽകിയത്. കരുണ എസ്റ്റേറ്റിന്റെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച് ഹൈക്കോടതിയിൽ സർക്കാർ കേസ് നടത്തുന്നതിനിടെയാണ് കരം സ്വീകരിച്ചത്. പ്രസ്തുത ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കണമെന്ന് 2014 നിയോഗിച്ച പ്രത്യേക സമിതി കണ്ടെത്തിയിരുന്നു. ഭൂമി ഏറ്റെടുക്കുന്നതിനെതിരെ പോപ്സ് ഗ്രൂപ്പ് അന്ന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. കരമടയ്ക്കാൻ അനുമതി നൽകിയതിലൂടെ ഭൂമി പോപ്സിന്റെ തന്നെയാണെന്ന വാദം അംഗീകരിക്കുന്നതിന് തുല്യമാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. റവന്യൂ വകുപ്പിന്റെ നിലപാടിനെതിരെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവും ഉയർത്തി. വൻകിട വ്യവസായികളെ സഹായിക്കാനാണ് സർക്കാർ ശ്രമമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടിയിരുന്നു. KPCC അധ്യക്ഷനും സർക്കാരിന്റെ നിലപാടിനെതിരെ രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും റവന്യൂ മന്ത്രിയും നാളെ നടക്കുന്ന ഉന്നതതല യോഗത്തിൽ സംബന്ധിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പീപ്പിൾ TV എക്സ്ക്ലൂസീവ്. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിന്റെ കരം സ്വീകരിച്ച നടപടിയിൽ തെറ്റില്ലെന്ന നിയമ സെക്രട്ടറിയുടെ വാദം പൊളിയുന്നു. കരം സ്വീകരിച്ചത് 1961 കേരള ഭൂനികുതി നിയമത്തിന് വിരുദ്ധമായി. നാളത്തെ ഉന്നതാധികാര യോഗത്തിന് ശേഷം കരം സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് പിൻവലിക്കാൻ തീരുമാനിച്ചേക്കും. നെല്ലിയാമ്പതി കരുണ എസ്റ്റേറ്റിലെ 836 ഏക്കർ ഭൂമിയിൽ നിന്നും കരം സ്വീകരിച്ചതിൽ തെറ്റില്ല എന്ന നിയമ സെക്രട്ടറിയുടെ വാദമാണ് പൊളിയുന്നത്. കരം സ്വീകരിക്കാൻ ഉത്തരവിട്ട സർക്കാർ നടപടി ചട്ടവിരുദ്ധമാണെന്ന് തെളിയിക്കുന്ന രേഖകൾ പീപ്പിൾ TVക്ക് ലഭിച്ചു. കരുണയിൽ നിന്നും കരം സ്വീകരിക്കാൻ നിയമവകുപ്പ് മുൻപോട്ട് വെച്ചത് 1966 കേരള രജിസ്ട്രി ചട്ടം 16 അനുസരിച്ചാണ്. എന്നാൽ ചട്ടം 16 പ്രകാരം 2 സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ള ഭൂമി സംബന്ധമായ തർക്കത്തിൽ കരം സ്വീകരിച്ചാൽ ഇത് ഭൂമിയിൽ മേലുള്ള ഉടമസ്ഥാവകാശം ആകുന്നില്ല. ഇക്കാരണമാണ് കരം സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമ സെക്രട്ടറി ഉയർത്തിക്കാട്ടുന്നത്. എന്നാൽ ഹൈക്കോടതിയിൽ സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ നെല്ലിയാമ്പതി തോട്ടം സർക്കാരിന്റേതാണെന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ പ്രസ്തുത ഭൂമി 1961 കേരള ഭൂനികുതി നിയമത്തിലെ സെക്ഷൻ 2(1) പ്രകാരമാണ്. ചുരുക്കി പറഞ്ഞാൽ സർക്കാർ ഭൂമിയിൽ കരം സ്വീകരിക്കാൻ പാടില്ല എന്നർത്ഥം. ഇത് മറച്ചുവെച്ചാണ് നെല്ലിയാമ്പതി തോട്ടത്തിന്റെ കരം സ്വീകരിക്കുന്നതിൽ നിയമലംഘനമില്ലെന്ന് നിയമ സെക്രട്ടറി പറയുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ഭൂമിക്ക് കരം ഒഴിവാക്കിയിട്ടുമുണ്ട്. സർക്കാരിന്റേതാണെന്ന് ഹൈക്കോടതിയിൽ റവന്യൂ വകുപ്പ് പറയുന്ന ഭൂമിക്ക് പിന്നെ എന്തിന് കരം സ്വീകരിച്ചുവെന്ന ചോദ്യത്തിന് നാളെ കൂടുന്ന മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ യോഗത്തിൽ നിയമ സെക്രട്ടറിക്ക് മറുപടി പറയേണ്ടി വരും. ലെസ്ലി ജോൺ, ഇടുക്കി. KSEB കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലെന്ന് റിപ്പോർട്ട്. പൊതുകടം 5626 കോടി കവിഞ്ഞുവെന്ന് KSEB. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ മുൻപാകെ സമർപ്പിച്ച വരവ് ചെലവ് കണക്കിലാണ് തങ്ങൾ കടം കൊണ്ട് പൊറുതിമുട്ടുകയാണെന്ന് KSEB വെളിപ്പെടുത്തിയത്. 2015-16 വർഷത്തെ ARR and ERC റിപ്പോർട്ടിലാണ് കടം മൂലം പൊറുതിമുട്ടുകയാണെന്ന് KSEB തുറന്നു സമ്മതിക്കുന്നത്. രാജ്യത്തെ വിവിധ സ്വകാര്യ കമ്പനികളിൽ നിന്നും 25 വർഷത്തേക്കാണ് വൈദ്യുതി വാങ്ങാൻ KSEB കരാർ ഒപ്പിട്ടിരിക്കുന്നത്. 1511 മെഗാവാട്ട് വൈദ്യുതിയാണ് ഇപ്പോൾ KSEB പുറത്തുനിന്നും വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അൾട്രാ മെഗാ വൈദ്യുതി പദ്ധതി പ്രകാരം 400 മെഗാവാട്ട് വരും വർഷങ്ങളിൽ അധികമായി വാങ്ങേണ്ടിയും വരും. ഇതോടെ കടം ഇരട്ടിയാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര പൂളിൽ നിന്നും 10,660 ദശലക്ഷം യൂണിറ്റ് മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ആഭ്യന്തര ഉൽപ്പാദനം 8,006 ദശലക്ഷം യൂണിറ്റ് മാത്രമായി ചുരുങ്ങി. ഇത് രണ്ടും കൂടെ കൂട്ടിയാലും ആകെ വൈദ്യുതി ഉപഭോഗത്തിൻ്റെ 70% മാത്രമേ ആകുന്നുള്ളൂ. ഛത്തീസ്ഗഡിൽ നിന്നും മാടക്കത്തറയിലേക്ക് HVDC പ്രസരണ ലൈൻ വലിക്കാൻ ധാരണയായിട്ടുണ്ടെങ്കിലും പവർ ഗ്രിഡ് കോർപ്പറേഷൻ എതിർക്കുന്നതിനാൽ പ്രസരണ ഇടനാഴി എന്ന കേരളത്തിൻ്റെ സ്വപ്നം എവിടെയും എത്തിയില്ല. പൊതുകടം വർദ്ധിക്കുന്നത് KSEBയെ തകർച്ചയിലേക്ക് നയിക്കുമെന്നാണ് ഈ രംഗത്തെ വിദഗ്ധരുടെ അഭിപ്രായം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. 5 ഹെക്ടറിൽ താഴെയുള്ള എല്ലാ പാറമടകൾക്കും ലൈസൻസ് ലഭിക്കണമെങ്കിൽ പരിസ്ഥിതി അനുമതി വേണമെന്ന ഗ്രീൻ ട്രൈബ്യൂണൽ വിധിക്കെതിരെ സർക്കാർ അപ്പീൽ പോകാൻ തീരുമാനിച്ചു. പരിസ്ഥിതി അനുമതി പരിശോധിച്ച് മാത്രമേ പാറമടകൾക്ക് അനുമതി നൽകാവൂ എന്ന സർക്കാർ ഗ്രീൻ ട്രൈബ്യൂണലിനെ ബോധിപ്പിച്ചിരുന്നു. അപ്പീൽ പോകാൻ തീരുമാനിച്ച സർക്കാർ നിലപാടിൽ TN പ്രതാപൻ MLA പ്രതിഷേധം രേഖപ്പെടുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിനുള്ള CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം AKG സെന്ററിൽ തുടരുകയാണ്. ജില്ലാ കമ്മിറ്റികൾ തയ്യാറാക്കിയ പട്ടിക പരിശോധിച്ച് സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണ ഉണ്ടാക്കും. സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വിലയിരുത്തി പട്ടിക വീണ്ടും ജില്ലാ കമ്മിറ്റികൾക്ക് അയച്ചു നൽകും. 14, 15 തീയതികളിൽ ജില്ലാ കമ്മിറ്റികൾ വീണ്ടും ചേർന്ന് തിരുത്തലുകൾ ആവശ്യമെങ്കിൽ
വരുത്തി സെക്രട്ടേറിയറ്റിന് നൽകും. പിന്നീട് 16-ന് ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്തിമ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് രൂപം നൽകും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പ്രകാശ് കാരാട്ട്, S. രാമചന്ദ്രൻ പിള്ള എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. BJPയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിൽ തിരുവനന്തപുരം, കാസർഗോഡ് സീറ്റുകളുടെ കാര്യത്തിൽ ധാരണയായില്ല. പാർട്ടി അധ്യക്ഷൻ കുമ്മനം രാജശേഖരൻ വട്ടിയൂർക്കാവിലും O. രാജഗോപാൽ നേമത്തും മത്സരിക്കും. ശോഭാ സുരേന്ദ്രൻ പാലക്കാട് തന്നെ മത്സരിക്കാനും തീരുമാനമായി. ശോഭാ സുരേന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തിയ പാലക്കാട് ജില്ലാ കമ്മിറ്റിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നു. യോഗം പുരോഗമിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തയ്യാറാക്കുന്ന സ്ഥാനാർത്ഥി പട്ടികയിൽ BJP കേന്ദ്ര നേതൃത്വമാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക. കൊച്ചി MLA ഡൊമിനിക് പ്രസന്റേഷനെതിരെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ. നിർഗുണനായ MLA കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല എന്നാണ് പോസ്റ്ററിലെ ആവശ്യം. പോസ്റ്ററുകൾ ജനകീയ മുന്നണി കൊച്ചി എന്ന പേരിൽ. എന്നാൽ പോസ്റ്ററുകൾക്ക് കാരണം A ഗ്രൂപ്പിനുള്ളിലെ പൊട്ടിത്തെറി. 6ാം തവണയാണ് ഡൊമിനിക് പ്രസന്റേഷൻ ജനവിധി തേടാൻ ഒരുങ്ങുന്നത്. 6ാം തവണയും മത്സരത്തിന് കച്ചമുറുക്കുന്ന ഡൊമിനിക് പ്രസന്റേഷന് സ്വന്തം മണ്ഡലത്തിൽ സ്വന്തം ഗ്രൂപ്പിൽ നിന്ന് തന്നെ ഇരുട്ടടി. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് സമയത്താണ് UDFന്റെ സ്വാധീന പ്രദേശങ്ങൾ പള്ളുരുത്തിയിൽ നിന്നും മട്ടാഞ്ചേരിയിൽ നിന്നും കൂട്ടിച്ചേർത്ത കൊച്ചി മണ്ഡലം രൂപീകരിക്കുന്നത്. കൊച്ചിയിലും എറണാകുളത്തും പഴയ പള്ളുരുത്തിയിലുമായി 5 തവണ ജയിച്ച് മന്ത്രി വരെയായ A ഗ്രൂപ്പുകാരനായ ഡൊമിനിക് പ്രസന്റേഷൻ 6ാം തവണയും കൊച്ചിയെ പ്രതിനിധീകരിക്കാൻ ഒരുങ്ങുന്നത് ലത്തീൻ സഭയുടെ എതിർപ്പിനെ വരെ മറികടന്നാണ്. A ഗ്രൂപ്പിന്റെ കുത്തകയായ കൊച്ചി മണ്ഡലത്തിൽ ലത്തീൻ സഭയ്ക്ക് കാര്യമായ സ്വാധീനമുണ്ട്. ഡൊമിനിക് മത്സരിക്കേണ്ടതില്ലെന്ന നിലപാട് കഴിഞ്ഞ തവണ സഭ സ്വീകരിച്ചിരുന്നു. എന്നാൽ 2011 ശേഷം മത്സരിക്കില്ല എന്ന് ഡൊമിനിക് സഭയ്ക്ക് ഉറപ്പും കൊടുത്തിരുന്നു. ആ ഉറപ്പെല്ലാം ഡൊമിനിക് പ്രസന്റേഷൻ കാറ്റിൽ പറത്തി 6ാം അംഗത്തിന് കച്ചമുറുക്കുമ്പോൾ A ഗ്രൂപ്പുകാർ തന്നെ പോസ്റ്റർ യുദ്ധവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. നിർഗുണനായ MLA കൊച്ചിയിലെ ജനങ്ങൾക്ക് ഇനി ആവശ്യമില്ല. MLA ചെയ്ത വികസനം ജനങ്ങളുടെ മുന്നിൽ തുറന്നു കാണിക്കുക തുടങ്ങിയവയാണ് പോസ്റ്ററിൽ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ. ജനകീയ മുന്നണി കൊച്ചി എന്ന പേരിലാണ് പോസ്റ്ററുകൾ ഇറങ്ങിയിരിക്കുന്നതെങ്കിലും ഇതിനു പിന്നിൽ കോൺഗ്രസിലെ A ഗ്രൂപ്പ് പ്രവർത്തകരാണ്. ഉമ്മൻചാണ്ടിയുടെ പ്രിയങ്കരനും കൊച്ചി നഗരസഭയുടെ മുൻ മേയറും ഗ്രൂപ്പിൽ ഡൊമിനിക്കിനേക്കാളും സ്വീകാര്യനുമായ ടോണി ചെമ്മണിയെ മത്സരിപ്പിക്കണമെന്നാണ് A ഗ്രൂപ്പിന്റെ പൊതുവായ ആവശ്യം. ലത്തീൻ സഭയുടെ പൂർണ്ണ പിന്തുണയും ടോണിക്കുണ്ട്. മാത്രമല്ല കൊച്ചിയിൽ സ്വാധീനമുള്ള നേതാവ് KV തോമസിനും ചെമ്മണിയോടാണ് താൽപ്പര്യം. KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസൻ കൊച്ചിയിൽ മത്സരിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് എങ്കിലും AI ഗ്രൂപ്പുകൾ മുന്നോട്ട് വെക്കുന്നതും ടോണി ചെമ്മണിയുടെ പേരാണ്. A ഗ്രൂപ്പിനുള്ളിലെ ഈ പൊട്ടിത്തെറിയാണ് തെരുവിലേക്കും പോസ്റ്റർ യുദ്ധത്തിലേക്കും ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തലസ്ഥാനത്ത് കോൺഗ്രസിൽ നിന്നും കൂട്ടരാജി. കോവളം, തിരുവല്ലം ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നായി 100ഓളം പ്രവർത്തകരാണ് രാജിവെച്ചത്. മന്ത്രി VS ശിവകുമാറിന്റെയും DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് രാജി. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പിൽ മുതിർന്ന നേതാക്കളെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് തിരുവനന്തപുരത്ത് 100ഓളം കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി വിട്ടത്. DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയുടെയും മന്ത്രി VS ശിവകുമാറിന്റെയും അനുയായികളെ മാത്രമാണ് പുനഃസംഘടനയിൽ DCC സെക്രട്ടറിമാരാക്കിയതെന്ന് കൂട്ടരാജിക്ക് നേതൃത്വം നൽകിയ തിരുവല്ലം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയും I ഗ്രൂപ്പ് നേതാവുമായ കല്ലിയൂർ മുരളി ആരോപിക്കുന്നു. കോൺഗ്രസിന്റെ ഒരു ബൂത്ത് പ്രസിഡന്റ് പോലും ആയിട്ടില്ലാത്ത ആളുകളാണ് ഇന്നത്തെ പല ജില്ലാ സെക്രട്ടറിമാരും. ശ്രീ VS ശിവകുമാറിന് കരിമീൻ വാങ്ങിക്കൊടുക്കുന്നവനും അയാളുടെ ദിവസവും പോയി മുഖം കാണിക്കുന്നവരും അയാളുടെ വാത്സല്യ പുത്രന്മാരായിട്ടുള്ള ചില ആളുകളെയും ബന്ധുക്കളെയും അഭിഹിതമായി ജില്ലാ സെക്രട്ടറിമാരായി വെച്ചിരിക്കുകയാണ്. ഞങ്ങളെപ്പോലെയുള്ള സീനിയറായിട്ടുള്ള ആയിരക്കണക്കിന് ആളുകളെ തഴഞ്ഞുകൊണ്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. തിരുവല്ലം, കോവളം ബ്ലോക്ക് കമ്മിറ്റികളിലെയും കല്ലിയൂർ മണ്ഡലം കമ്മിറ്റിയിലെയും കർഷക കോൺഗ്രസിന്റെയും പ്രധാന ഭാരവാഹികളടക്കമുള്ള പ്രവർത്തകരാണ് കൂട്ടമായി രാജിവെച്ചത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെതിരെ പ്രവർത്തിക്കുമെന്ന് ഇവർ പറയുന്നു. തിരുവനന്തപുരത്ത് UDF വരുന്ന തെരഞ്ഞെടുപ്പിൽ ശക്തമായ തിരിച്ചടി നേരിടും. അതിന്റെ ഉത്തരവാദിത്വം ശിവകുമാറിനും DCC പ്രസിഡന്റ് കരകുളം കൃഷ്ണപിള്ളയ്ക്കും തന്നെയായിരിക്കും. പാർട്ടി പുനഃസംഘടനയോടെ തന്നെ ജില്ലയിലെ കോൺഗ്രസിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം ബാക്കിയിരിക്കെയുള്ള പ്രവർത്തകരുടെ കൂട്ടരാജി പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വയനാട്ടിൽ കോൺഗ്രസ് MLA-മാർക്കെതിരെ പാർട്ടിയിൽ പടയൊരുക്കം. പട്ടികവർഗ സംവരണ മണ്ഡലമായ ബത്തേരി, മാനന്തവാടി എന്നിവിടങ്ങളിൽ നിലവിലെ MLA-മാർക്ക് വീണ്ടും സീറ്റ് നൽകുന്നതിനെതിരെയാണ് പ്രതിഷേധം. ബത്തേരിയിൽ IC ബാലകൃഷ്ണനെതിരെ കുറുമ സമാജവും കോൺഗ്രസ് നേതാക്കളും പരസ്യമായി രംഗത്ത് വന്നു. വയനാട്ടിൽ കുറുമ സമാജം മേഖലാ സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുകയാണ്. IC ബാലകൃഷ്ണൻ MLA-ക്കെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണിവർ. തങ്ങളുടെ സമുദായത്തോട് MLA നീതി പുലർത്തിയില്ലെന്നാണ് ആക്ഷേപം. അദ്ദേഹം സ്വന്തം സമുദായത്തിൽപ്പെട്ട ആളുകളോടല്ലാണ്ട് ആദിവാസികളെ തന്നെ മറ്റ് ഗോത്രത്തോട് എത്രത്തോളം നീതി പുലർത്തി എന്നുള്ളത് അദ്ദേഹം സ്വന്തം മനസാക്ഷിയോട് ചോദിക്കേണ്ടതാണ്. കുറുമർ ഏറെയുള്ള ബത്തേരി മണ്ഡലത്തിൽ ഈ വിഭാഗത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇതിന് നേതൃത്വം നൽകുന്നത് DCC ജനറൽ സെക്രട്ടറിയും കുറുമ സമാജം ജില്ലാ വൈസ് പ്രസിഡന്റുമായ എടക്കൽ മോഹനനും ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള ഏക KPCC ജോയിന്റ് സെക്രട്ടറിയായ MS വിശ്വനാഥനുമാണ്.
IC ബാലകൃഷ്ണൻ വീണ്ടും മത്സരിക്കുന്നത് അംഗീകരിക്കാനാവില്ലെന്ന നിലപാടാണ് ഇവർക്കുള്ളത്. സമുദായത്തിന് അത് തിരിച്ചറിവ് വന്നു തുടങ്ങി. പൂർണ്ണമായും ശക്തമായി മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ ഈ ഗോത്രത്തെ പരിഗണിക്കുകയുള്ളൂ എന്ന പൂർണ്ണ ബോധ്യം സമുദായത്തിനുണ്ട്. മന്ത്രിസഭയിലെ ഏക വനിതാംഗമായിരുന്ന ജയലക്ഷ്മിയുടെ സ്ഥാനാർത്ഥിത്വത്തിനും ഭീഷണിയുണ്ട്. മന്ത്രി മറ്റു സമുദായക്കാരോട് വിവേചനം കാണിച്ചെന്നാണ് ആരോപണം. ആദിവാസി ഭൂവിതരണം മുതൽ മറ്റ് ക്ഷേമ പദ്ധതികളെല്ലാം നിലച്ചിട്ടും മന്ത്രിക്ക് ഇതിലൊന്നും ഇടപെടാനായില്ലെന്നാണ് ഒരു വിഭാഗം ഉയർത്തുന്ന ആരോപണം. IC ബാലകൃഷ്ണനും PK ജയലക്ഷ്മിയും കുറിച്ച വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. ഒരേ സമുദായത്തിൽ നിന്നുള്ളവരെ വീണ്ടും പരിഗണിക്കുന്നതിൽ വിവേചനമുണ്ടെന്ന് കാണിച്ചാണ് ഇവർക്കെതിരെ കോൺഗ്രസിലും ഇതര ആദിവാസി വിഭാഗങ്ങളിലും പ്രതിഷേധമുയർന്നിരിക്കുന്നത്. DCCയിലെ പല പ്രമുഖരുടെയും പിന്തുണയോടുകൂടിയാണ് ഇത്തരം നീക്കങ്ങൾ. ന്യൂസ് ബ്യൂറോ, വയനാട്. ലോട്ടറി HD സ്വകാര്യ പ്രസിനെ ഏൽപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിന് പിന്നിൽ വൻ അഴിമതിയെന്ന് ലോട്ടറി ഏജന്റ്സ് ആൻഡ് സെല്ലേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി MV ജയരാജൻ. ലോട്ടറി മാഫിയ സംഘം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്തിയ രഹസ്യ ചർച്ചയെ തുടർന്നാണ് തീരുമാനമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ലോട്ടറി HD സ്വകാര്യ പ്രസിനെ ഏൽപ്പിക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്നും ജയരാജൻ ആവശ്യപ്പെട്ടു. HD സ്വകാര്യ പ്രസിനെ ഏൽപ്പിച്ചാൽ വ്യാജ ലോട്ടറി ടിക്കറ്റുകൾ വിപണിയിൽ എത്തുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലോട്ടറിയുടെ നടത്തിപ്പ് ലോട്ടറി മാഫിയ സംഘത്തെ ഏൽപ്പിക്കാനുള്ള നിഗൂഢ അജണ്ടയാണ് ഇത്തരമൊരു ഉത്തരവ് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. UDF സർക്കാരിന് നിയമമല്ല കാശാണ് പ്രധാനം എന്ന് തെളിയിക്കുന്നതാണ്. അടിയന്തരമായും സർക്കാർ ഈ ഉത്തരവ് പിൻവലിക്കണം. ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യത്തിൽ ഇടപെടണം. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചുകൊണ്ടാണ് മാർച്ച് 4-ാം തീയതി ഇത്തരമൊരു ഉത്തരവ് ഇറക്കിയിട്ടുള്ളത്. ഇത് അഴിമതി നടത്താൻ വേണ്ടിയും ചൂതാട്ടം നടത്താൻ വേണ്ടിയിട്ടുമുള്ള ഒരു ഉത്തരവാണ്. ബാർക്കോഴ കേസിലെ പാർട്ടി അന്വേഷണത്തിൽ വെളിപ്പെട്ട ഗൂഢാലോചന സംബന്ധിച്ച കാര്യങ്ങൾ രാഷ്ട്രീയ മര്യാദയുടെ പേരിൽ പുറത്തു പറയാനാകില്ലെന്ന് ജോസ് കെ മാണി MP. ഫ്രാൻസിസ് ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനാധിപത്യ കേരള കോൺഗ്രസ് മോഹഭംഗം ഉണ്ടായവരുടെ കോൺഫെഡറേഷനാണെന്നും ജോസ് കെ മാണി കോട്ടയത്ത് പറഞ്ഞു. പാർട്ടി അന്വേഷണ റിപ്പോർട്ടുകൾ അത് പാർട്ടിക്കുണ്ട്. ഞങ്ങൾക്കറിയാം ഇതിൻ്റെ പിന്നിൽ ആരൊക്കെ ഉണ്ടെന്ന്. അത് ചില കാര്യങ്ങൾ ചില രാഷ്ട്രീയ മര്യാദയൊക്കെ ഉണ്ട്. ചില കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞെന്നിരിക്കും, ചിലപ്പോൾ പറഞ്ഞില്ലാന്നിരിക്കും. ഒരു ഭാഗ്യ അന്വേഷികളുടെ ഒരു അവസരവാദ നിലപാടാണ് ഇന്ന് ഈ ജനാധിപത്യ കേരള കോൺഗ്രസിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത്. സംസ്ഥാനത്ത് കൈത്തറി വികസന കോർപ്പറേഷനിൽ അനധികൃത നിയമനങ്ങൾ. രാഷ്ട്രീയ സ്വാധീനത്താൽ മാനദണ്ഡങ്ങൾ മറികടന്ന് അധിക തസ്തികകൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നിയമനം നടത്തിയിരിക്കുന്നത്. ഹാൻവീവിൽ പുതിയ നിയമനം പാടില്ലെന്ന വ്യവസായ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവ് മറികടന്നുകൊണ്ടാണ് 12 പേരെ നിയമിച്ചത്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വ്യവസായ വകുപ്പിലും അനധികൃത നിയമനങ്ങൾ അതിവേഗം നടക്കുകയാണ്. വ്യവസായ വകുപ്പിന് കീഴിലെ കൈത്തറി വികസന കോർപ്പറേഷനിലാണ് അനധികൃത നിയമനങ്ങൾ തകൃതിയായി നടക്കുന്നത്. ഇക്കഴിഞ്ഞ 4-ന് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നുവെന്നിരിക്കെ ഇതിന് മുൻപത്തെ തീയതിയിൽ തിരക്കിട്ട് ഉത്തരവിറക്കിയാണ് നിയമനം നടത്തിയിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിൽ മാനദണ്ഡങ്ങൾ മറികടന്നാണ് പുതിയ തസ്തികകൾ സൃഷ്ടിച്ചുള്ള നിയമനം. സെയിൽസ് അസിസ്റ്റന്റ്, എക്സിക്യൂട്ടീവ്, പാർട്ട് ടൈം സ്വീപ്പർ, വർക്കേഴ്സ് തസ്തികകളിൽ ഉൾപ്പെടെ 12 പേർക്കാണ് നിയമനം നൽകിയിരിക്കുന്നത്. ഹാൻവീവിന്റെ തിരുവനന്തപുരം, കണ്ണൂർ ഓഫീസുകളിലായി ഇവർ കഴിഞ്ഞ ദിവസങ്ങളിൽ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 2-ന് വ്യവസായ വകുപ്പ് സെക്രട്ടറി ശമ്പള പരിഷ്കരണ ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനാൽ ഹാൻവീവിൽ പുതിയ നിയമനം പാടില്ലെന്ന് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിന് വിരുദ്ധമായാണ് താൽപ്പര്യക്കാർക്ക് തിരക്കിട്ട് നിയമനം നൽകിയിരിക്കുന്നത്. KM ഉമേഷ്, കൊച്ചി. അഴിമതി പുറത്താകാതിരിക്കാൻ വിവരാവകാശ നിയമം സർക്കാർ അട്ടിമറിച്ചു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കും എതിരെയുള്ള അഴിമതി കേസുകളിലെ അന്വേഷണ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റി. തുടർന്ന് ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കി. സർക്കാർ ഉത്തരവ് ഇറക്കി വിവരാവകാശ നിയമത്തിൽ സർക്കാരിന് ഇടപെടാനാകില്ലെന്നിരിക്കെയാണ് വിവാദ ഉത്തരവ്. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ ഒട്ടേറെ അഴിമതി കേസുകളിൽ അന്വേഷണമുണ്ടായിരിക്കെയാണ് അന്വേഷണ വിവരങ്ങൾ മൂടിവെക്കാനുള്ള സർക്കാർ ശ്രമം. ഇതിന്റെ ഭാഗമായി മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള വിജിലൻസ് അന്വേഷണ വിവരങ്ങൾ ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലേക്ക് മാറ്റാൻ വിജിലൻസ് ഉത്തരവിറക്കി. 2016 ജനുവരി 18-ന് ഇറങ്ങിയ ഈ ഉത്തരവിന് പുറകെ ജനുവരി 27-ന് പൊതുഭരണ വകുപ്പ് ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽപ്പെട്ട വിവരങ്ങൾക്ക് വിവരാവകാശ നിയമം ബാധകമായിരിക്കില്ലെന്നും വിജ്ഞാപനമിറക്കി. തുടർന്ന് വിജ്ഞാപനം നടപ്പിലാക്കിക്കൊണ്ട് ഫെബ്രുവരി 9-ന്
വിജിലൻസിന്റെ പുതിയ ഉത്തരവും പുറത്തിറങ്ങി. ടോപ്പ് സീക്രട്ട് വിഭാഗത്തെ വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയതായും അതിനാൽ വിവരാവകാശ പ്രകാരമുള്ള അപേക്ഷകളിൽ രഹസ്യ സ്വഭാവമുള്ള ഒരന്വേഷണത്തിന്റെയും വിവരമോ രേഖാപകർപ്പുകളോ ഇനി മുതൽ നൽകേണ്ടതില്ല എന്നും ഉത്തരവിൽ പറയുന്നു. മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെയുള്ള അന്വേഷണ വിവരങ്ങൾക്കു പുറമെ മുൻ മുഖ്യമന്ത്രിമാർ, മുൻ മന്ത്രിമാർ, MLA-മാർ, MP-മാർ, IAS ഉദ്യോഗസ്ഥർ എന്നിവർക്കെതിരെയുള്ള അന്വേഷണ വിവരങ്ങളും ടോപ്പ് സീക്രട്ട് വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൂടെ അധികാരമൊഴിഞ്ഞാലും അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവരുന്നത് തടയാനാണ് സർക്കാർ നീക്കം. പാർലമെന്റിന് മാത്രമേ വിവരാവകാശ നിയമത്തിൽ ഭേദഗതി വരുത്താനാകൂ എന്നിരിക്കെയാണ് നിയമം അട്ടിമറിക്കാൻ സർക്കാർ ശ്രമിക്കുന്നത്. ഈ ഉത്തരവുകൾ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും അഴിമതി സംബന്ധിച്ച വിവരങ്ങൾ മൂടിവെക്കാനാണെന്നത് വ്യക്തം. തിരുവനന്തപുരത്ത് നിന്നും ജിതിൻ ചന്ദ്രൻ. വിപണിയിലുള്ള 350 മരുന്നുകൾ കേന്ദ്ര സർക്കാർ നിരോധിച്ചു. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് മരുന്നുകൾ നിരോധിച്ചത്. നിരോധിച്ചവയിൽ ഫെൻസൈഡൈൽ കോറസ് ഉൾപ്പെടെ FDC മരുന്നുകളും ഉൾപ്പെടുന്നു. ചുമ, പ്രമേഹം, പനി, ന്യൂമോണിയ എന്നിവയ്ക്കുൾപ്പെടെ മാർക്കറ്റിൽ നിലവിലുള്ള 350 മരുന്നുകളാണ് കേന്ദ്ര സർക്കാർ നിരോധിച്ചത്. ഫെൻസൈഡൈൽ കോറക്സ് ഉൾപ്പെടെ FDC മരുന്നുകൾ നിരോധന പട്ടികയിൽ വരും. രോഗശമനത്തിനുള്ള ഫലസിദ്ധി കുറവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് നിരോധനം. നിലവിൽ വിപണിയിലുള്ള മരുന്ന് സുരക്ഷ ഉറപ്പുവരുത്താനാണിതെന്നും അമിത അളവിലുള്ള ഉപയോഗം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. എന്നാൽ വിപണിയിലെ മരുന്ന് ലഭ്യത കുറച്ച് വില കൂട്ടാനാണ് സർക്കാർ ശ്രമമെന്ന് വിദഗ്ധർ ആരോപിച്ചു. അടിയന്തര പ്രാധാന്യത്തോടെ സർക്കാർ ഉത്തരവ് നിലവിൽ വന്നു. തിങ്കളാഴ്ച തന്നെ 350 മരുന്നുകളും നിരോധിച്ചതായുള്ള ഗസറ്റ് നോട്ടിഫിക്കേഷനും സർക്കാർ പുറത്തിറക്കും. നിലവിൽ വിപണിയിലുള്ള മരുന്നുകൾ സർക്കാർ നിരോധിച്ചതോടെ മരുന്ന് കടക്കാരടക്കം വെട്ടിലായി. ന്യൂസ് ബ്യൂറോ, ദില്ലി. അധ്യാപകനായി MK സാനു വീണ്ടും മഹാരാജാസിൽ. എറണാകുളം മഹാരാജാസ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ സംഘടിപ്പിച്ച ഒത്തുചേരൽ കൂട്ടായ്മയിലാണ് തങ്ങളുടെ പ്രിയപ്പെട്ട സാനുമാഷിനെ ക്ലാസ് എടുക്കാൻ അധ്യാപകർ ക്ഷണിച്ചത്. ചങ്ങമ്പുഴയെ സാനുമാഷ് അനുസ്മരിച്ചതും ക്ലാസ് എടുത്തതും അനുസരണയുള്ള കുട്ടികളായി അവർ കേട്ടിരുന്നു. വിദ്യാർത്ഥികൾ തങ്ങളൊരിക്കൽ മഹാരാജാസിലെ വിദ്യാർത്ഥികളായിരുന്നു എന്നവർ അടക്കം പറയുകയായിരുന്നില്ല. ഓർമ്മകളിലെ പിരിയൻ ഗോവണി കയറിയവർ ബെഞ്ചുകളിലിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷം മുൻപെപ്പോഴൊക്കെയോ കളി പറഞ്ഞും കമൻ്റടിച്ചും പൊട്ടിച്ചിരിച്ച ക്ലാസ് മുറിയിൽ അനുസരണയുള്ള കുട്ടികളായി പ്രിയപ്പെട്ട അധ്യാപകൻ സാനു മാഷിന് മുന്നിൽ. ഇയാൾ അതൊക്കെ പേടിച്ച് ആശങ്കയോടാണ് ചെല്ലുന്നത്. ആദ്യം പറഞ്ഞത് തനിക്ക് കവിത എഴുതാൻ ദൈവദത്തമായ കഴിവുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. തൻ്റെ കൈവശം ഇരുന്ന ഒരു വലിയ പുസ്തകം കോണ്ടിനെൻ്റൽ പോയട്രി എടുത്ത് കൈ എഴുതാനത് പിടിച്ചു കൊണ്ടുപോകുന്നു. അത് കൊണ്ടുപോയ വ്യക്തിയാണ് സാക്ഷാൽ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. കരുണയും ലീലയും വാസവദത്തയും പിന്നെയും കാതുകളിലേക്ക്. കഥാർസിസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിലുമൊക്കെ സാനുമാഷിന്റെ പതിഞ്ഞ ശബ്ദത്തിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം കേട്ടപ്പോൾ തലമുടികളിൽ കയറിക്കൂടിയ നരയെ അവർ മറന്നു. തൊലിപ്പുറത്തെ ചുളിവുകൾ അവരറിഞ്ഞില്ല. കണ്ണിമ വെട്ടാതെ കണ്ടിരുന്ന കേട്ടിരുന്ന മാഷിന്റെ ക്ലാസ് അവരെ ഓരോരുത്തരെയും മഹാരാജാസിന്റെ തണൽ വീണ ഇടങ്ങളിലൂടെ പിന്നിലേക്ക് നടത്തിച്ചു. തങ്ങൾ ഒന്നിച്ചും ആരോരും അറിയാതെയും കാത്തുവെച്ച നിമിഷങ്ങൾ ഒന്നിനുമീതെ ഒന്നായി മനസ്സിലേക്ക്. കണ്ണുകളിൽ നനവ് പടർന്നപ്പോൾ പിന്നെയും ചെറുചിരിയോടെ വർത്തമാനത്തിലേക്ക്. സാനുമാഷിൻ്റെ പ്രിയ ശിഷ്യൻ MD ഗോപിദാസ്, മഹാരാജാസിൻ്റെ മുൻ പ്രിൻസിപ്പൽ ഷെർലി പ്രസാദ്, മാധ്യമപ്രവർത്തകൻ രവി കുറ്റിക്കാട്, കലാഭവൻ KS പ്രസാദ്, EMSന്റെ മരുമകൻ CK ഗുപ്തനടക്കം നിരവധി പൂർവ്വ വിദ്യാർത്ഥികൾ മഹാരാജാസിലെ ഓർമ്മകൾ പങ്കുവയ്ക്കാനെത്തി. പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന കരിയർ ഗൈഡൻസ് സെൽ കളക്ടർ MG രാജമാണിക്യം ഉദ്ഘാടനം ചെയ്തു. മഹാരാജാസിൻ്റെ പടിയിറങ്ങാൻ തങ്ങളുടെ മനസ്സുകൾക്കാവില്ലെന്നടക്കം പറഞ്ഞവർ ഇറങ്ങി. വീണ്ടും വീണ്ടും കാണാമെന്ന ഉറപ്പോടെ. അലക്സ് റാം മുഹമ്മദ്, കൊച്ചി.